നമസ്കാരം, ഏവർക്കും JK ടോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്ത മന്ത്രയോഗത്തിന്റെ ഒരു ഭാഗമെന്നോണം നാം ജപിക്കുന്ന നാമത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന രൂപത്തെക്കുറിച്ചും ഉള്ള ഒരു ചെറിയൊരു വിവരണമാണ്. പൊതുവിൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളെ സാധാരണ ആകാശത്തുള്ള ചില സ്പന്ദനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇത്തരം സ്പന്ദനങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ രൂപീകൃതങ്ങളായ ചില ആകൃതികൾ കൂടെ ആകാശത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഓരോ ശബ്ദവും ആകാശത്ത് ഓരോ പ്രത്യേക രൂപങ്ങളെ സൃഷ്ടിക്കുന്നു. സ്വരങ്ങളുടെ ആകൃതി കൊണ്ട് തന്നെ പല ആകൃതിയിലുള്ള മഹാസ്വരൂപങ്ങളും ഉണ്ടാകുന്നു. സയൻസിൽ നടത്തപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക പരീക്ഷണങ്ങൾ ഈ കാര്യത്തെ സാധൂകരിക്കുന്നതാണ്. ചില പ്രത്യേക യന്ത്രങ്ങളിൽ കൂടി പുറപ്പെടുന്ന സ്വരങ്ങൾ മണൽത്തരികളിൽ കൃത്യമായ ചില സ്വരൂപങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് അനുക്രമമായി താളമേളങ്ങളോട് കൂടിച്ചേർന്ന സ്വരങ്ങൾ കൃത്യമായ ചില സ്വരൂപങ്ങൾ നിർമ്മിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സംഗീത ശാസ്ത്രം പറയുന്നത് അനുസരിച്ച് രാഗങ്ങളും രാഗിണികളും ചില പ്രത്യേക സ്വരൂപങ്ങളോട് കൂടിയവയാണ്. ഓരോ രാഗത്തിനും ഓരോ സ്വരൂപമെന്ന് ഗ്രന്ഥങ്ങളിൽ തന്നെ വിവരിച്ച് കാണുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് മേഘരാഗം പറയുന്നത് ആനപ്പുറത്തിരിക്കുന്ന ഒരു മഹാസ്വരൂപമായിട്ട് ആണ് കണക്കാക്കുന്നത്. അതുപോലെ വസന്തരാഗം പുഷ്പാലങ്കൃതനായ ഒരു സുന്ദര പുരുഷനാണ്. ഇതിൽ നിന്ന് രാഗമായാലും രാഗിണിയായാലും ശരിക്കു പാടിയാൽ അതിൻ്റെ സ്വരൂപത്തിൽ പ്രകാശിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ഇതേക്കുറിച്ച് വോയിസ് ഫിഗേഴ്സ് എന്ന ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്തൃയായ വാട്സ് ഹ്യൂസ് തന്റെ പരീക്ഷണങ്ങളിലൂടെ ഇത് തെളിയിച്ചിട്ടുണ്ട്. നിരന്തരമായ ഈശ്വര നാമോച്ചാരണം ദേവതാ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. ഇഷ്ട ദേവതാ സ്വരൂപം ഇതുവഴി സാധകനിൽ പ്രത്യക്ഷമാകുന്നു. അത് മനസ്സിനെ ഏകാഗ്രമാക്കി കേന്ദ്രീകരിക്കാനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇഷ്ടദേവതയുടെ കൃപാകടാക്ഷ പ്രകാശം ദേഹം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നു. ഒരാൾ ധ്യാനത്തിനിരിക്കുമ്പോൾ അയാളുടെ അന്ധകരണ വൃത്തി ശക്തിപ്പെടുകയും അതുവഴി ധ്യാനം ഉറയ്ക്കുന്തോറും ആ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. മനസ്സിന്റെ ഏകാഗ്രമായ കേന്ദ്രീകരണം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ആ ശക്തി മേലോട്ട് കയറുന്നു. മേലോട്ട് കയറിയ ഈ ശക്തിയാൽ ആകൃഷ്ടയായ മറ്റൊരു ദിവ്യശക്തി കീഴ്പോട്ടിറങ്ങുകയും ചെയ്യുന്നു. ഈ ഇറങ്ങി വന്ന ദിവ്യ ശക്തി പ്രകാശം ദേഹം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് മൃദുവും സുഖോഷ്ണവുമായ ഒരു വൈദ്യുത ശക്തി പ്രവാഹത്താൽ കുളിച്ച പോലെയുള്ള ഒരു നിർവൃതി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ശിവസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം വിഷ്ണു സ്വരൂപത്തെയും പ്രകാശിപ്പിക്കുന്നു. മന്ത്രങ്ങളൊക്കെയും രാഗപ്രധാനങ്ങളാണ്. എന്നാൽ കൂടുതൽ നിർബന്ധം സ്വരവർണ്ണങ്ങൾക്കാണ്. വർണ്ണ ശബ്ദം വാസ്തവത്തിൽ നിറമെന്ന അർത്ഥത്തെയാണ് കാണിക്കുന്നത്. അദൃശ്യമായ അന്തരീക്ഷത്തിൽ സ്വരങ്ങൾ വർണ്ണത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതിനാൽ അവ പലതരം സ്വരൂപങ്ങളെ സൃഷ്ടിക്കുന്നു. അതുപോലെ വർണ്ണങ്ങൾ അല്ലെങ്കിൽ നിറങ്ങൾ സ്വരങ്ങളോടും ചേർന്നാണ് നിൽക്കുന്നത്. ഒരു പ്രത്യേക സ്വരൂപത്തിന് ഒരു പ്രത്യേക സ്വരം വേണം. പല ഗാനങ്ങളും സ്വരങ്ങളും വിവിധ ആകൃതികളിലുള്ള രൂപങ്ങളെ സൃഷ്ടിക്കുന്നു. മന്ത്ര ശാസ്ത്ര സിദ്ധാന്ത പ്രകാരം പ്രത്യേക ദേവാരാധനയ്ക്ക് പ്രത്യേക മന്ത്രങ്ങൾ വേണം. ശിവനെ സേവിപ്പാൻ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ഉപയോഗിക്കും പോലെ വിഷ്ണുവിനെയും ദേവിയെയും സേവിപ്പാൻ വെവ്വേറെ മന്ത്രങ്ങൾ ഉണ്ട്. മന്ത്രജപം മന്ത്രദേവതയെ അഥവാ ഇഷ്ടദേവതയെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നു. ഇഷ്ടദേവത സ്വയം പ്രത്യക്ഷപ്പെടുന്നു. ഇഷ്ടദേവത വിഗ്രഹത്തിൽ ശ്രദ്ധ മുഴുവൻ പതിയുന്നു. അതാണ് മന്ത്രം ദേവത തന്നെ എന്ന് പറയുന്നത്. അതായത് മന്ത്രാത്മകോ ദേവ എന്ന്. എന്നാൽ ഈ ഒരു തത്വവുമായിട്ട്
മീമാംസകന്മാർക്ക് ചില വ്യത്യാസങ്ങൾ കണ്ടുവരുന്നു. അതായത് അവർ മന്ത്രവും ദേവതയും രണ്ടാണെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. എന്നാൽ ഒരു പ്രത്യേക ദേവതയെ സേവിപ്പാനുള്ള പ്രത്യേക മന്ത്രം വഴി പോലെ നിശ്ചിത രാഗത്തിൽ ഉറച്ചിരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ശബ്ദ സ്പന്ദനങ്ങൾ ഇഷ്ടദേവതാ സ്വരൂപത്തെ സൃഷ്ടിക്കുന്നു. ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.